മുഖ്യമന്ത്രി ആ കാര്യത്തിൽ അജിത് കുമാറിനെ ആദ്യം മുതൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ നിരവധിയുണ്ട്. LDF-ൽ തന്നെ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. CPI-യും അവിടുത്തെ സ്ഥാനാർത്ഥിയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലെ ADGP-യുടെ പങ്ക് വളരെ പ്രകടമാണ്. തെളിവുകൾ അദ്ദേഹത്തിനെതിരാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടന്ന സംഭവമായതുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആലോചിച്ചിട്ടില്ല. മാധ്യമങ്ങളാണ്, അറിയില്ല. അറിഞ്ഞില്ല. മാധ്യമങ്ങളും ഞാൻ കണ്ടതേ ഉള്ളൂ. MP ഉണ്ടല്ലോ. പലരും വരുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് അവിടെ നിന്ന് പലരും വരുന്നുണ്ട്. നേതാക്കന്മാരും അണികളുമുണ്ട്. ഇപ്പൊ BJP-യുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെയാണ് സ്വീകരിച്ചത്. കേരളം UDF-ന്റെ നിയന്ത്രണത്തിൽ വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോ എല്ലാരെയും കണ്ടില്ലേ. ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു, അതുപോലെ ബൽറാം ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ അടുത്ത അദ്ദേഹമായിട്ട് എനിക്ക് ദീർഘകാലത്തെ പരിചയമാണ്. ബൽറാം നിയമസഭയിലുണ്ടായിരുന്നു, ബാലേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് കാലം വല്ല പരിചയമുള്ള കാണും, സംസാരിക്കും. ഇപ്പൊ ശ്രീകണ്ഠന്റെ കൂടെ ഇല്ലേ, എല്ലാവരും പരിഹരിച്ച് ഐക്യത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കും. ഞങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ നിങ്ങളുടെ സഹകരണത്തോടെ. കോൺഗ്രസിന്റെ ഐക്യം അത് ഊട്ടി ഉറപ്പിക്കുക, അത് ഞങ്ങളുടെ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഭയങ്കര അഭിമാനത്തോടെയാണ് കേരളം എല്ലാം കണ്ടത്. ഇപ്പൊ അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ, വിദ്വേഷകരമായ പ്രചരണമൊക്കെ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് അത് തെറ്റാണ്. ദുഷ്പ്രചരണങ്ങൾ ആർക്കെതിരെയാണെങ്കിലും തെറ്റാണ്. കാന്തപുരത്തിന്റെ ഇടപെടലും സേവനവും നമ്മൾ അംഗീകരിക്കണം. അതിനെ പൊതുസമൂഹം വില മതിച്ചുകൊണ്ടാണ് കാണുന്നത്. താങ്ക് യു. മുന്നണി വിപുലീകരിച്ചതിന്റെ തെളിവല്ലേ നിലമ്പൂരിൽ കണ്ടത്. ശരി.